ഒരു ഫോട്ടോ എടുത്താലോ? വീഡിയോ ആണെന്നറിയാതെ അങ്ങ് ചിരിച്ചു മറിയായിരുന്നു കേട്ടോ മാതാശ്രീ. ഇന്ന് എൻ്റെ സർജറിയുടെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് റെഡിയായി ഒരു ഫോട്ടോ എടുത്തങ്ങ് തുടങ്ങി. എനിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ കെട്ടിയോന് തലേന്ന് രാത്രി പേടിപ്പിച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ 6 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ, പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 6:30 ആയിട്ടോ. ഇന്ന് ചേട്ടനായിരുന്നു ലേറ്റ്. അമ്മയുടെ വയ്യാത്ത ചേച്ചി വീട്ടിലുള്ള കാരണം കൊണ്ട് മധുരയിലേക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ സർജറിയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. കുറേ നാളുകളായിട്ട് വലിയൊരു കല്ലും കൊണ്ട് നടക്കുകയാണ് ഗായ്സ്. അതിന് ഇന്നൊരു തീരുമാനമാവും. അപ്പോളോയിൽ വെച്ചിട്ടാണ് സർജറി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡോക്ടർ യൂറോളജിസ്റ്റാണ് ഇന്ന് സർജറി ചെയ്യുന്നത്. 7:30ക്കാണ് എന്നോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 7:30 ആയപ്പോൾ തന്നെ ഞാൻ അപ്പോളോയിൽ എത്തി. എംപ്റ്റി സ്റ്റോമക്ക്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരി ഫുഡ് അടിക്കാനായിട്ടുള്ള പ്ലാനിങ്ങിൽ എൻ്റെ ആദ്യമായി കയറിയിരുന്നു. അതിൻ്റെ ഒരു ആക്കലാണ്. അങ്ങനെ ചേട്ടൻ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് എന്നോട് തകൃതിയായിട്ട് ഒന്നും ഓർഡർ ചെയ്യേണ്ടെന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് ഞാനൊരു നൂലപ്പം, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ അറിയില്ല, ഇടിയപ്പം. അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഫുഡായിരുന്നു. അതുകൊണ്ട് 2 എണ്ണം കഴിച്ച് 1 എണ്ണം കൂടി ഓർഡർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല. അങ്ങനെ കാഷ്വാലിറ്റി ചെന്ന് അഡ്മിഷൻ എടുത്തു. റൂം എത്തി. റൂം നമ്പർ 935. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. കാരണം പ്രീ സർജിക്കൽ പ്രൊസീജിയറിന് വേണ്ടി ഞാൻ കിടന്ന അതേ റൂം തന്നെ, അതേ ഫ്ലോർ തന്നെ. അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് ഞാൻ അത്യാവശ്യം നല്ല കമ്പനി ആയിരുന്നു. സോ അവർ വീണ്ടും വന്നപ്പോൾ വന്നോ എന്നുള്ളൊരു ലാഘവത്തോടെ തന്നെയായിരുന്നു. അങ്ങനെ വൈറ്റൽസൊക്കെ വീണ്ടും ചെക്ക് ചെയ്തു. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. കുഞ്ഞൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തന്നെ എന്നെ സെൽഫായിട്ടങ്ങ് എന്താ പറയുക, സെറ്റാക്കി എടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇവരുടെ തന്നെ പരമ്പരാഗത യൂണിഫോമിലേക്കൊന്നും മാറ്റം കിട്ടി. എനിക്കിത് വലിയ ഇഷ്ടമൊന്നും ആയില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ ബഡ്ഡി, എൻ്റെ ബെഞ്ച് മേറ്റ്, എൻ്റെ ഫ്രണ്ട് മിനു, അവളിവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവളുടെ ഹസ്ബൻഡ് ഇവിടുത്തെ രണ്ടുപേരും ഇവിടുത്തെ ഡോക്ടേഴ്സാണ് അപ്പോളോയിൽ. സോ എനിക്കിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവരും ഇടയ്ക്ക് വന്ന് എന്നെ ഇങ്ങനെ കണ്ട് പരിചരിച്ച് പോകുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഓൺ ആക്കി എന്നറിഞ്ഞപ്പോൾ തന്നെ മിനു ഡോക്ടർക്ക് അറിയാതെ ഒരു ഡീസൻസി വന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിവേ അവളെൻ്റെ ഭയങ്കര ബെസ്റ്റ് ബഡ്ഡിയായിരുന്നു. ക്ലിനിക്സിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അങ്ങനെ അവളൊരു കേസുള്ള കാരണം കൊണ്ട് പെട്ടെന്ന് പോയി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബോറടി തുടങ്ങി. അങ്ങനെ TV വെച്ചപ്പോഴുണ്ടാകാം നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ മനോഹരമാക്കിയ എവ്രിഗ്രീൻ മൂവി മാളൂട്ടി. എനിക്കിത് എപ്പോൾ കണ്ടാലും ഭയങ്കര ഇഷ്ടമാട്ടോ. ചേട്ടന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ആ സിനിമ ഒന്ന് മാറ്റി ഞങ്ങൾ ബോയിങ് പിടിച്ചു. അമ്മ എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ക്ലാസിക് മൂവി. പുള്ളിക്കാരനത് കണ്ടങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റ് ഇരുന്നു എൻ്റെ അമ്മ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു ക്ലീനിങ് പർപ്പസിന് നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആൾ വന്നു. അങ്ങനെ ക്യാനുല ഇട്ടു. അതിനിടയിൽ ബ്ലഡിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ എന്നെ OTയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞൊരു 12 ഒക്കെ ആയപ്പോൾ എൻ്റെ സർജറിയൊക്കെ കംപ്ലീറ്റ് ആയി. ഞാൻ പുറത്തിറങ്ങി ഗൈസ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. റൂമിൽ ഒരാൾക്ക് മാത്രം നിൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ ചേട്ടൻ സ്ഥലം വിട്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതൊന്ന് ചേട്ടനെ അറിയിച്ചു. പോരുമ്പോൾ എൻ്റെ കനത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്നോന്നും കൂടെ പറഞ്ഞ് ഫോൺ വെച്ചു. അങ്ങനെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടി 2 അനിയന്മാരെ വിളിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം വിളിച്ചത് അഭിനന്ദിനെയാണ് കേട്ടോ. അവൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ വിളിക്കേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കണ്ടുപോലും തുറക്കാതെ അവൻ പറഞ്ഞു, ചീക്കും ഇപ്പോൾ സൂപ്പറായിണ്ടല്ലോ. അത് കേട്ടതും ഞാൻ പറഞ്ഞു, നീ ഇനി കണ്ണു തുറന്നിട്ട് വിളിച്ചാൽ മതിയെന്ന്. പിന്നെ ഞാൻ വിളിച്ചത് വിഷ്ണുവിനെയാണ് കേട്ടോ. അവൻ പിന്നെ VIP ആയതുകൊണ്ട് 2-3 പ്രാവശ്യം വിളിക്കേണ്ടി വന്നു ഫോൺ എടുക്കാനായിട്ട്. അതിനുശേഷം അവൻ ഫോൺ എടുത്ത വഴിക്ക് എന്തിനോന്ന് എനിക്കറിഞ്ഞൂടെ അവൻ ഒരുമാതിരി ചിരിയാണ് ചിരിച്ചത്. അങ്ങനെ അമ്മയും അവനും കൂടെ വീണ്ടും തോട്ടിയിട്ട് 2 പേരും വീണ്ടും തല്ലുണ്ടാക്കി. അങ്ങനെ ഞങ്ങളുടെ കോൺവെർസേഷൻ വീണ്ടും അവസാനിപ്പിച്ച് അവനോടും കന്നത്തിൽ എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ വെച്ചു. ലേസർ സർജറി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ദിവസത്തെ അഡ്മിഷൻ്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ആയിരുന്നു. 1.5 മണിക്കൂറായിരുന്നു എൻ്റെ സർജറി. അതിൻ്റെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പെയിനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നീങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നലെ 2 എണ്ണം എന്നുള്ളത് ഇന്ന് 3 എണ്ണം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് വയറ് നിറച്ച് ഞാൻ കഴിച്ചു. ഇടിയപ്പം. അമ്മയ്ക്ക് പൂരിയാണ് ഓർഡർ ചെയ്തത്. സർജറി ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു വീട്ടിൽ നിന്ന്. ബില്ലിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്കറിഞ്ഞൂടെ, സർജറി എനിക്കാണ് കഴിഞ്ഞതെങ്കിൽ ക്ഷീണം മുഴുവൻ ചേട്ടനായിരുന്നു. അങ്ങനെ ആ ബെഡ് മുഴുവൻ ഞാൻ ചേട്ടന് കൊടുത്ത് ഞാനൊരു സൈഡിലേക്ക് മാറി അങ്ങിരുന്നു.
അങ്ങനെ ഞങ്ങൾ ബില്ലടയ്ക്കാനായിട്ട് പോയി. അടിപൊളി ഫെസിലിറ്റീസ് ആയിരുന്നു അപ്പോളോയിലെ. സ്റ്റാഫ്സൊക്കെ ആരെങ്കിലും വെരി കൂൾ ആൻഡ് ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ 3 പേരും റൂമൊക്കെ ലീവ് ചെയ്തു. അപ്പോൾ പതിവ് പോലെ സ്റ്റാഫിൻ്റെ അടുത്ത് മക്കളെ കാണാട്ടോ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നെഞ്ചൊന്ന് ആടി. ബിക്കോസ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തും നഴ്സുമാരുടെ അടുത്തും പിന്നീട് കാണാട്ടോ എന്ന് പറയരുത് അല്ലേ. യെസ്. അങ്ങനെ അതിമനോഹരമായ 2 ദിനങ്ങൾ പിന്നിട്ടുകൊണ്ട് ഞങ്ങൾ 2 പേരും അപ്പോളോയിൽ നിന്ന് ബായ് പറഞ്ഞ് ഇറങ്ങി. വണ്ടി പാർക്കിങ്ങിൽ ഇട്ടേക്കായിരുന്നു. സോ ഞങ്ങൾ 2 പേരും വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മഴ ഉണ്ടാവുമെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ നമുക്കവിടെ ഭയങ്കര VIP ട്രീറ്റ്മെൻറ്റൊക്കെയാണ്. നമ്മളിങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർ നമുക്ക് ഡോറൊക്കെ ഇങ്ങനെ തുറന്നു തരും. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ സർജറി വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലവ് യു ഓൾ. ടാറ്റ ബൈ.